അപ്പൊ ഒരാൾ ആടി നടന്നു വരുന്നു. നടന്നു വന്ന് അദ്ദേഹം വന്ന് അവിടെ പെണ്ണി വന്നിരുന്നു. എല്ലാവരും കസേര അറിയില്ല, താഴെ നല്ല ഫിറ്റാണ്. ഇങ്ങനെ ആടുന്നു, ഇവിടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഞാൻ വളരെ കാര്യമായിട്ട് ഗൗരവത്തിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. ഒരു പൂച്ച വരുന്ന ഞാൻ പുള്ളിയാണ്. ഞാൻ ചെന്ന ഒരു കാര്യം ചോദിക്കാനോ ഒരു കാര്യം ചോദിക്കാനുണ്ടോ? എന്തൊരു നാശമൊക്കെ അടുപ്പം ഇനിയിപ്പം ഈയുടെ അഡ്രസ് ചെയ്തോട് വെറുതെ ചെന്ന് അത് കേട്ടോ. ഞാൻ ചെല്ല സാറിന്റെ ഭാഗ്യം വഴങ്ങി. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം. സാറിന്റെ ഭാഗ്യം വഴങ്ങി. ദൈവമേ എന്താ പറഞ്ഞത്? വഴക്ക് പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അയാൾ വേറെ വിളിച്ചത് വിശുദ്ധം നിൽക്കും. ഞാനല്ലോ വഴക്ക് പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താറാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ഒരു ഉത്തരം കൊടുത്തേ പക്ഷേയുള്ളൂ. അതിലൂടെ ജനത്തോടും എനിക്ക് ഉത്തരം പറയേണ്ടതായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയും, പൊതുവായി ഞാൻ ഭാര്യയോട് വഴക്ക് പിടിക്കുന്ന വെറും സാധാരണക്കാരനായ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞത് ഒരു രീതിയിൽ എനിക്കെന്ന് പറഞ്ഞത് ഞാൻ എന്റെ ഭാര്യയോട് വഴക്ക് പിടിക്കുന്ന വെറും സാധാരണക്കാരനായ ഭർത്താവ്. പക്ഷേ ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള വഴക്കിന്റെ പ്രത്യേകത ഒരു രാത്രിക്കപ്പുറത്തേക്ക് ഒരിക്കലും നീളാറുണ്ടായിരുന്നതാണ്. വചനങ്ങൾക്ക് വായിക്കാം. എഫേസ്യരുടെ ലേഖനം 4:26 കോപിക്കാം എന്നാൽ പാപം ചെയ്യുന്നു. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് അവസരം കൊടുക്കരുത്. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് അവസരം കൊടുക്കരുത്. സഹോദരങ്ങളെ, ഇതൊരു വലിയ ചിന്തയാണ്, വലിയൊരു ചിന്തയാണ്. എപ്പോഴാണ് കോപം പാപമായി മാറുന്നത്? ഒരു രാത്രിക്കപ്പുറത്തേക്ക് നമ്മുടെ കോപം നീളുമ്പോൾ അത് പാപമായി മാറും. അവിടെ സാത്താൻ അവസരം ഒരുങ്ങുകയാണ്. സാത്താൻ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം. നമ്മൾ മനുഷ്യരാണ്, കോപിക്കും, വഴക്ക് പിടിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ഇന്നലെ സൂചിപ്പിക്കുന്നു, അത് മുറിപ്പെടുത്താത്ത രീതി, അത് പകയില്ലാത്ത രീതി, അത് കാലുഷ്യമില്ലാത്ത രീതി, അത് വിദ്വേഷമില്ലാത്ത രീതി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരട്ടെ. ഒരു രാത്രിക്കപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പോകാതിരിക്കട്ടെ. ഓരോ പ്രധാനത്തിലും ഒരു പുതിയ ഭർത്താവായി, പുതിയ ഭാര്യയായി കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥ ക്രൈസ്തവ പുതുക്ക്. ഒരിക്കൽ ഞാൻ എന്റെ ഭാര്യയോട്, സത്യത്തിൽ അതാണ് ഈ മൊബൈൽ ഇത്രയും ഉപയോഗം എനിക്ക് മനസ്സിലായി. വിളിക്കാനാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. എന്തോ സംസാരിച്ച കൂട്ടത്തിൽ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ 2 വർത്തമാനം പറഞ്ഞു. തെറി പറഞ്ഞു ധരിക്കരുത്, ഞാൻ തെറി പറയാൻ. പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് എന്റെ ഭാര്യയെ കൊണ്ട് സ്ത്രീയോട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ മനസ്സിൽ മറ്റു പല എന്തോ ഒക്കെ സമയത്ത് നമ്മളെന്തോ പറഞ്ഞു. ഞാനത് 1ാം ക്ലാസ്സിൽ ഡയലോഗ് ചെയ്തു. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കഷ്ടമായി പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു പോയി, സങ്കടമായി. പക്ഷെ അഭിമാനം സമ്മതിക്കും. അവിടെ ചെന്നിട്ട് സോറി കേട്ടോ എന്ന് പറയണം. അഭിമാനം സമ്മതിക്കും. തലേ ദിവസം വൈകിട്ടാണ് സംഭവം നടക്കുന്നത്. പിണക്കം തീരുന്നില്ല. പതിനൊക്കെ അവിടെ കിടപ്പുണ്ട്. പിണക്കം തീരുന്നില്ല. പിറ്റേന്നായി എനിക്ക് സങ്കടമായി. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പ്രത്യേകിച്ച് എന്റെ ഭാര്യ അങ്ങനെ പറയാനേ പാടില്ല. രാവിലെ കക്ഷി ബാങ്കിലാണ് ജോലി. കക്ഷി ബാങ്കിൽ പോയി ഞാൻ കോളേജിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ആകെ ഒരു സങ്കടം. അങ്ങനെ പോയി. ഞാൻ എന്റെ മൊബൈൽ എടുത്തിട്ട് എന്റെ വൈഫിന് നമ്പർ എടുത്തിട്ട് അങ്ങോട്ട് മെസ്സേജ് ഇട്ടു. ഐ ആം റിയലി സോറി. Within no time, another message came to me. It's okay. And that is the matter. മൊബൈലിൽ ഇത്ര ഉപയോഗമുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കി. ഒരു പിണക്കം അവിടെ തീരുകയാണ്. ഒരു പിണക്കം തീരുന്നു. വൈകിട്ട് വരുന്നു, വീണ്ടും പുതിയ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക്
ക്ഷമിക്കേണ്ടതായും സഹിക്കേണ്ടതായും പൊറുക്കേണ്ടതായിട്ടും ക്ഷമ ചോദിക്കേണ്ടതായിട്ടുള്ള ധാരാളം അവസരങ്ങളുണ്ടാകും. അതൊക്കെ കീടങ്ങളാണ്, ബലഹീനതയാണ് ധരിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥത കിടക്കും. മറിച്ച് ക്ഷമ ചോദിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ തുറന്ന മനസ്സോടെ ക്ഷമ ചോദിക്കുക, ആ പ്രശ്നങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ, സാത്താന് നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശനം നിഷേധിക്കുവാനും നമുക്ക് സാധിക്കും. എങ്കിൽ നമ്മുടെ കുടുംബം യഥാർത്ഥ ക്രൈസ്തവ കുടുംബങ്ങളാകും, ക്രിയയുടെ അനുഭവം സംജാതമാകും, സ്നേഹത്തിന്റെ ഈർപ്പം നമ്മുടെ കുടുംബത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും.